ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ഫോൺ ഇഷ്ടംപോലെ വാങ്ങിക്കുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടൊക്കെ ഫോൺ കിട്ടുന്നുണ്ട്. അന്ന് ജസ്റ്റ് ഓപ്പൺ എന്ന് മനസ്സിലായി. അതായത് ഒരു പുതിയ ഫോണായിരിക്കും, അത് ബോക്സ് പൊട്ടിച്ചിക്ക് മാത്രമേ ഉണ്ടാവും, വേറെ ഒന്നും ചെയ്തിട്ടുണ്ടാകില്ല. പക്ഷെ അതിന് ഒരുപാട് പൈസ കുറവായിരിക്കും. അപ്പൊ നമ്മളത് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങുകയും ചെയ്യും. ഇപ്പൊ ഒരു 50,000 60,000 ഒക്കെ ഫോൺ 40,000 30,000 കിട്ടും നമുക്ക്. പക്ഷെ അത് ജെനുവിൻ ആണോ എങ്ങനെ അറിയാ? ഇത് ജസ്റ്റ് ഓപ്പൺ ആണോ അല്ല മുമ്പേ ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞ് നമുക്ക് തന്ന് പറ്റിക്കുന്നതാണോ? അതും പറയാൻ പറ്റില്ലല്ലോ, സംഭവിക്കാം, മനുഷ്യന്മാരുടെ കാര്യമല്ലേ. എന്തായാലും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന സെക്കൻഡ് ഹാൻഡ് ഫോണ് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണ് അത് എപ്പോഴാണ് ഓപ്പൺ ചെയ്ത് എപ്പോഴാണ് ആ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് അല്ലെങ്കിൽ അതിൻ്റെ വാറണ്ടി എപ്പോഴാണ് തുടങ്ങി ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനാവും. അത് ഓരോ ഫോണിൻ്റെ കമ്പനിക്കും ഓരോ സൈറ്റിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഫോണിൻ്റെ സൈറ്റിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ റെഡ്മിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റെഡ്മിൻ്റെ സൈറ്റിൽ, റിയൽമിൻ്റെ ഫോണാവുണ്ട് റിയൽമിൻ്റെ സൈറ്റിൽ, സാംസങ്ങിൻ്റെ ആണെങ്കിൽ സാംസങ്ങിൻ്റെ സൈറ്റിൽ, ഏത് ഫോണിൻ്റെയും സൈറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാം. IMEI ചെക്ക് എന്ന് പറയും. അതിന് നമുക്ക് വേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫോണിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഫോണിൻ്റെ IMEI നമ്പറാണ്. ഈ IMEI നമ്പർ എവിടുന്ന കിട്ടുക? ഏത് ഫോണിൻ്റെയും കവറിൻ്റെ ബാക്കിൽ, ബോക്സിൻ്റെ ബാക്കിൽ കേട്ടാ IMEI നമ്പർ കാണും. ഇവിടെ കേട്ടെ കേട്ടാ, ഇതിനിവിടെ മേലെയുള്ളത് ഈ ബാർകോഡിൻ്റെ മേലെ, അല്ലെങ്കിൽ ആ ബാർകോഡ് സ്കാൻ ചെയ്താൽ കിട്ടും. വേറൊരു ഫോൺ നമുക്ക് കാണിച്ചു തരാം, എല്ലാത്തുമ്മിൽ ഒരുത്തേലല്ലാന്ന് അറിയാനാട്ടോ. ഇതിന് ഈ ബാർകോഡിൻ്റെ കൂടെ തന്നെയുള്ളത് 2 സിമ്മുള്ളതിന് 2 ബാർകോഡും അതിന് 2 IMEI നമ്പറും. ഇനി ഇതിന് രണ്ടും അവൈലബിൾ അല്ല, നമുക്ക് ഈ ബോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ഫോണിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് *#06# ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IMEI നമ്പർ വരും. അത് ആ നമ്പർ ഒന്ന് കോപ്പി ചെയ്യാം. 2 IMEI നമ്പറിൻ്റെ രണ്ടും കോപ്പി ചെയ്യേണ്ട, ഒന്ന് കോപ്പി ചെയ്താൽ മതി, അതെങ്കിൽ ഒരു നമ്പർ കോപ്പി ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഗൂഗിളിൽ ഓപ്പൺ ചെയ്യുക, നിങ്ങളെ ഏത് ഫോണാണോ ആ ഫോണിൻ്റെ വെച്ചിട്ട്. ഞാൻ ഇപ്പോൾ റിയൽമിൻ്റെ ചെക്ക് ചെയ്യാനേ, റിയൽമി സീരിയൽ നമ്പർ എന്നും പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിൽ മേലെ തന്നെ ഉണ്ടാവും നമ്മൾ ഏത് ഫോണിൻ്റെ ആണോ സെർച്ച് ചെയ്ത് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാവും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. ഇവിടെ നമ്മളെ ആ EMI നമ്പർ, നമ്മൾ കോപ്പി ചെയ്ത EMI നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഒരു EMI നമ്പർ ഇവിടെ എഴുതി കൊടുക്കുക, എന്നിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്താൽ ഓരോ സൈറ്റിലും ഓരോ രീതിയിലാണ് വെരിഫിക്കേഷൻ വരിക. ചിലരിൽ ക്യാപ്ച അയക്കും, ഇതിൽ ഇങ്ങനെ ഉള്ളത് ഇതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആ റൗണ്ടില്ലേ വട്ടോ അതിൽ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക, ഒരു വെരിഫിക്കേഷൻ. ചിലതിലൊക്കെ ഉണ്ടാകുക ക്യാപ്ച കൊടുക്കാനാട്ടോ, അധികരണത്തിലും ഉണ്ടാകുക, ഇതിലിങ്ങനെയാണ് വെരിഫിക്കേഷൻ. അതിനുശേഷം വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ ആ സ്പെസിഫിക്കേഷനൊക്കെ വരും, അതിൻ്റെ കൂടെ ആക്ടിവേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ഫോൺ എപ്പാണോ ആക്റ്റീവ് ആക്കിയത് അത് ഇവിടെ കാണാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, നിങ്ങളെ ഫോൺ എപ്പോൾ ഓപ്പൺ ആക്കിയത്. നിങ്ങൾ പുതിയ വാങ്ങിയതായാലും പഴയത് വാങ്ങിയതായാലും സെക്കൻഡ് വാങ്ങിയതായാലും പീടിയെന്ന് ഫ്രഷ് വാങ്ങിയതായാലും ഏത് വാങ്ങിയതായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, വെറുതെ അറിയാലോ. അപ്പോൾ സൈറ്റിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളെ ഫോണിൻ്റെ പേര് ഗൂഗിളിൽ എൻ്റർ ചെയ്യുക, അതിൻ്റെ കൂടെ സീരിയൽ നമ്പർ ചെക്ക് അല്ലെങ്കിൽ വാറണ്ടി ചെക്ക് എന്ന് എഴുതിയാൽ മതി. വാറണ്ടി സ്റ്റാറ്റസ് ചെക്ക് അല്ലെങ്കിൽ സീരിയൽ നമ്പർ ചെക്ക് എന്ന് എഴുതിയാൽ മതി ഫോണിൻ്റെ പേരിൻ്റെ കൂടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുന്നു, ഓലിക്ക് ഉപകാരം ആയിക്കോട്ടെ. പിന്നെ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്കും, നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.